തന്റെ ഇരട്ട സഹോദരനെ ആരോ കൊന്നു എന്നായിരുന്നു പ്രമോദിന് ലഭിച്ച കോൾ. പോലീസ് സ്റ്റേഷനിൽ ആ ദിവസം പോലീസുകാർ നിർമ്മിച്ചു നൽകിയ വീടിന്റെ ഉദ്ഘാടന ചടങ്ങായിരുന്നു. അതിനാൽ പലരും അവിടെ വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആരാണ് ഇത് ചെയ്തത് എന്ന കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ലായിരുന്നു. അങ്ങനെ അന്വേഷണം ആരംഭിക്കുന്നു. അതിനായി സംഭവസ്ഥലത്തുണ്ടായിരുന്ന 3 പോലീസുകാരെ ചോദ്യം ചെയ്യുന്നു. ആദ്യത്തെയാൾ ആ സമയം തന്റെ ഭാര്യയെ ഫോൺ ചെയ്തതുകൊണ്ട് കിച്ചണിൽ പോയി ലേശം കഴിക്കുന്നുണ്ട്. ആ സമയമാണ് അദ്ദേഹം വെടി പൊട്ടുന്ന ശബ്ദം കേട്ടത്. രണ്ടാമത്തെയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാളും വിനോദും തമ്മിൽ ചെറിയ പ്രശ്നമുള്ളതായി മാത്രം അറിയാൻ കഴിഞ്ഞു. അങ്ങനെ മൂന്നാമത്തെയാളെ ചോദ്യം ചെയ്തപ്പോൾ താനും വിനോദുമായി ചെറിയ പ്രശ്നമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഒരു ദിവസം ക്ലബ്ബിൽ വെച്ച് എന്തോ ചെറിയ പ്രശ്നമുണ്ടായി. അങ്ങനെ വിനോദ് അവിടെ ഉണ്ടായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മരിച്ച വിനോദിന്റെ ഭാര്യയാണെന്ന് തന്നെ പറയാം. അവൾ എത്തുന്നു. അവളോട് ശത്രുക്കൾ മറ്റും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് തന്റെ ബ്രദറായ പ്രമോദിനോടായിരുന്നു ശത്രുത എന്ന് അവൾ പറയുന്നുണ്ട്. വിനോദിന്റെ ഭാര്യയായ മാലിനി ഒരു ദിവസം സ്റ്റേഷനിൽ തന്റെ ഭർത്താവ് ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് വന്നതായിരുന്നു. അങ്ങനെ വിനോദ് കേസ് അന്വേഷിച്ച് പോയി. പിന്നീട് അവളുടെ ഭർത്താവ് ഒരു ഭ്രാന്തനാണെന്ന് മനസ്സിലായി. ശേഷം അവളോട് ഒരു ഇഷ്ടം തോന്നുകയും അവൾക്ക് വേറെ വീടില്ലാത്തതുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. തന്റെ അനിയനെ കൊന്നവനെ താൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് പ്രമോദ് തന്റെ രീതിയിൽ അന്വേഷണം ആരംഭിക്കുന്നു. അങ്ങനെ വീണ്ടും ആ പോലീസുകാരനോട് സംസാരിച്ചപ്പോൾ ആ സമയം ബാത്റൂമിലാണ് അയാളെന്ന് മനസ്സിലായി. അതുപോലെ മറ്റേയാളോട് ചോദിച്ചപ്പോൾ അവൻ ലേഡീസ് ടോയ്ലറ്റിലായിരുന്നു ആ സമയം എന്നും തിരിഞ്ഞു. ശേഷം അവിടെ ഉണ്ടായിരുന്നവരുടെ ക്യാമറയിൽ നോക്കിയപ്പോൾ ജയിലിൽ ഉണ്ടായ പ്രതി ആ സമയം അവിടെ ഇല്ല എന്ന് തിരിഞ്ഞു. അങ്ങനെ അവനോട് ചോദിച്ചപ്പോൾ പോലീസുകാരന്റെ പോക്കറ്റിൽ നിന്നും വീണ താക്കോൽ ഉപയോഗിച്ചാണ് വാതിൽ തുറന്നത് എന്നും അതുപോലെ തന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത കഞ്ചാവ് നശിപ്പിക്കാനായിരുന്നു അവന്റെ നീക്കമെന്നും അവൻ പറയുന്നുണ്ട്. എന്നാൽ വെടിയുടെ ശബ്ദം കേട്ട അവൻ തിരിച്ച് സെല്ലിലേക്ക് കയറിയിരുന്നു. പിന്നീട് പ്രമോദ് വീണ്ടും വീഡിയോസ് ചെക്ക് ചെയ്തപ്പോൾ 2 കുട്ടികൾ അവിടെ നിന്നും ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടു. അങ്ങനെ വിനോദ് സ്വയം വെടിവെച്ച് മരിച്ചതാണെന്ന് കുട്ടികൾ പറയുന്നുണ്ട്. വിനോദ് മരിക്കാനുള്ള കാരണം അന്വേഷിച്ചപ്പോൾ ആ സമയം പ്രമോദിന്റെ മകളെയും ഭാര്യയും ടിവിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഇവർ പ്രമോദുമായി നല്ല ബന്ധത്തിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ മോൾക്ക് അച്ഛൻ ആരാണെന്ന് അറിയില്ലായിരുന്നു. ആ കൊച്ചിനെ ആയിരുന്നു പ്രമോദിന്റെ അനിയൻ വിനോദ് ഒരിക്കൽ പീഡിപ്പിച്ചത്. വിനോദിനും ടിവിയിൽ കണ്ട സമയമായിരുന്നു അത് പ്രമോദിന്റെ മകളായിരുന്നു എന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് വിനോദ് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തത്.